ശോഭാ സുരേന്ദ്രൻ വയനാട്ടിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായേക്കും. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ സംസ്ഥാനത്തെ പ്രമുഖ സ്ഥാനാർത്ഥിയെ വയനാട് രംഗത്തിറക്കുമെന്ന് ബി.ജെ.പി. വ്യക്തമാക്കിയിരുന്നു. ബി.ജെ.പി. സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വത്തിന് ഉടൻ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക കൈമാറും. ശോഭാ സുരേന്ദ്രൻ വയനാട് മത്സരിച്ചാൽ കോഴിക്കോട് എം.ടി. രമേശിനാണ് സാധ്യത. മലപ്പുറത്ത് എ.പി. അബ്ദുള്ളക്കുട്ടി സ്ഥാനാർത്ഥിയായേക്കും. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. വിവരങ്ങളുമായി അലക്സ്, എന്തൊക്കെയാണ് ലഭിക്കുന്ന സൂചനകൾ? വേണു, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ആദ്യം തന്നെ പ്രധാനപ്പെട്ട സീറ്റുകളിലെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനായിരുന്നു ബി.ജെ.പി. ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് നടക്കാതെ പോയി. നേരത്തെ പാലക്കാട് ചേർന്ന സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിൽ ബി.ജെ.പി. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ ധാരണയാക്കുകയും ദേശീയ കൗൺസിലിന് 17-18 തീയതികളിൽ ഡൽഹിയിൽ നടന്ന ദേശീയ കൗൺസിലിലേക്ക് പോകുമ്പോൾ ആ പട്ടിക കൈമാറുകയും ചെയ്തതാണ്. അതിൻ്റെ തുടർ ചർച്ചകൾക്ക് വേണ്ടി കെ സുരേന്ദ്രൻ വീണ്ടും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഡൽഹിയിലേക്ക് തിരിക്കുകയാണ്. അദ്ദേഹം നാളെ വൈകുന്നേരം ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തുന്നുണ്ട്. സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട പേരുകൾ ഇങ്ങനെയാണ്. ശോഭാ സുരേന്ദ്രൻ്റെ പേര് ആദ്യം പരിഗണിച്ചിരുന്നത് കോഴിക്കോട് മണ്ഡലത്തിലാണ്. അതിലൊരു മാറ്റം ഉണ്ടാകുന്ന കാര്യം ബി.ജെ.പി. സംസ്ഥാന ഘടകം ആലോചിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ സംസ്ഥാനത്തെ തന്നെ ശക്തനായ സ്ഥാനാർത്ഥിയെ വയനാട് രംഗത്തിറക്കുമെന്ന് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇപ്പോൾ എൽ.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ആനി രാജയെ കൂടെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അവരെ എതിർക്കുന്നതിന് വേണ്ടി ശക്തയായ സ്ഥാനാർത്ഥി എന്ന ലേബലിൽ ശോഭാ സുരേന്ദ്രൻ്റെ വയനാട് രംഗത്തിറക്കുന്ന കാര്യം ബി.ജെ.പി. ആലോചിക്കുന്നു എന്നുള്ളതാണ് ബി.ജെ.പി. വൃത്തങ്ങൾ നൽകുന്ന സൂചന. കോഴിക്കോട്, അങ്ങനെയെങ്കിൽ കോഴിക്കോട് എം.ടി. രമേശിനെ പരിഗണിക്കും. മറ്റ് ഉറപ്പായ സീറ്റുകൾ ഇങ്ങനെയൊക്കെയാണ്. ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സ്ഥാനാർത്ഥിയാകും. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് മാറ്റമില്ല. സുരേഷ് ഗോപി തന്നെയായിരിക്കും തൃശ്ശൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി. പാലക്കാട് ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സി കൃഷ്ണകുമാർ, ഇപ്പോഴും സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. സി കൃഷ്ണകുമാർ പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകും. കാസർഗോഡ് പി.കെ. കൃഷ്ണദാസും ഒപ്പം മലപ്പുറത്ത് എ.പി. അബ്ദുള്ളക്കുട്ടിക്കുമാണ് സാധ്യതയെന്ന് ഈ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയിൽ പറയുന്നു. വടകരയിൽ എം.ടി. രമേശിൻ്റെയും ഒപ്പം യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ്റെയും പേര് വടകരയിൽ പരിഗണിക്കുന്നുണ്ട്. പ്രഫുൽ കൃഷ്ണൻ്റെ പേര് പൊന്നാനിയിലും പാർട്ടി പരിഗണിക്കുന്നുണ്ട്. കൊല്ലത്ത് ജില്ലാ അധ്യക്ഷൻ പി.ബി. ഗോപകുമാറിൻ്റെ പേര് പരിഗണിക്കുന്നു. പത്തനംതിട്ടയിൽ പി.സി. ജോർജിൻ്റെ പേരിനാണ് പ്രാമുഖ്യം. അത്തരത്തിൽ പ്രധാനമായി ഈ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിൻ്റെ കൈകളിലേക്ക് എത്തിക്കുന്നു. മറ്റു ചില മണ്ഡലങ്ങളിൽ കൂടി സംശയം നിലനിൽക്കുന്നുണ്ട്. നേരത്തെ കോട്ടയം സീറ്റ് ബി.ഡി.ജെ.എസിന് നൽകുന്നതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം പാർട്ടി എടുത്തിരുന്നെങ്കിലും അതിലൊരു മാറ്റം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എറണാകുളം സീറ്റ് ബി.ഡി.ജെ.എസിന് നൽകി പകരം കോട്ടയത്ത് ബി.ജെ.പി. തന്നെ മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ശരി, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് ബി.ജെ.പിയുടെ സാധ്യതാ പട്ടികയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.